ഏത് ശരീരപ്രകൃതിയുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടുന്നത്? നമ്മൾ പറയാം, ഇതിൻ്റെ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ചില ശരീരപ്രകൃതിയുള്ളവർ വിയർപ്പ് കുറവുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യുന്ന അവരുടെ ഒരു സിസ്റ്റം തകരാറിലാണെങ്കിൽ അവർക്ക് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയും. അതുപോലെ തന്നെ ശരീരത്തിൽ എണ്ണ പുരട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആയുർവേദ തീർപ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ഷീരബല എണ്ണ എന്നൊക്കെ പറയുന്നത്, അതിൽ നമുക്ക് പറയാം കുറുന്തോട്ടി ശരീരത്തെ തണുപ്പിക്കുന്നതാണ്, ക്ഷീരം തണുപ്പിക്കുന്നതാണ്. മരുന്നുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ആയുർവേദത്തിലൊക്കെ പറയും മഹാതിക്തകം എന്നൊക്കെ പറയുകയാണെങ്കിൽ തിക്ത നെയ്യ്, ഇതെല്ലാം ശരീരത്തെ തണുപ്പിക്കുകയും ശരീരത്തിൻ്റെ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതലായിട്ട് പ്രദാനം ചെയ്യുന്നതൊക്കെയാണ്. സൂര്യാഘാതം ഏൽക്കുന്നത് എന്തുകൊണ്ട്? എല്ലാവർക്കും സൂര്യാഘാതം ഏൽക്കുന്നില്ല. നമുക്കറിയാം 10 പേര് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൽ 1-2 പേർക്ക് മാത്രമാണ് സൂര്യാഘാതത്തിൻ്റെ പൊള്ളലുകൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അസ്വസ്ഥതകളിലേക്കോ പോകുന്നത്. ഇതിൻ്റെ യഥാർത്ഥമായ കാരണം എന്താണ്? ആർക്കൊക്കെയാണ് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലുള്ളത്? എന്തൊക്കെ തരത്തിലുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചൂട് ഭയങ്കര ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പലരും ഭയപ്പെടുന്നു. കുറേ പേരെങ്കിലും കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഏത് ശരീരപ്രകൃതിയുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടുന്നത്? നമ്മൾ പറയാം, ഇതിൻ്റെ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ചില ശരീരപ്രകൃതിയുള്ളവർ വിയർപ്പ് കുറവുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യുന്ന അവരുടെ ഒരു സിസ്റ്റം തകരാറിലാണെങ്കിൽ അവർക്ക് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ പൊതുവെ വിയർപ്പ് കുറവുള്ളവർക്കാണ് സൂര്യാഘാതം ഏൽക്കാൻ സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അമിതമായിട്ട് വെയിൽ കൊള്ളുക, കുറേ സമയം വെയിൽ കൊള്ളുന്നവരിലും സൂര്യാഘാതത്തിൽ സാധ്യത കൂടുതലാണ്. അതിൽ തന്നെ ഞാൻ പറയുന്നു 10 പേര് ഒരു 10 മണിക്കൂർ വെയിൽ കൊണ്ടാൽ 1-2 പേർക്ക് സൂര്യാഘാതം ഏൽക്കുന്നുള്ളൂ. അതിൽ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, വിയർപ്പ് ഗ്രന്ഥിയുടെ അഭാവമോ അല്ലെങ്കിൽ വേർക്കാത്ത ശരീരപ്രകൃതികൾക്കാണ് ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊന്ന്, മദ്യപിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് സൂര്യാഘാതം ഏൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ശരീരപ്രകൃതി എന്ന് പറയുന്നത് അമിതമായ അസിഡിറ്റി ഉള്ളവരിൽ, അവർക്ക് നമുക്കറിയാം ശരീരത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായ ആസിഡിൻ്റെ ശരീരം മുഴുവൻ ഒരു ചൂടുണ്ടാവും. അത്തരക്കാർക്ക് പുറമേ നിന്നുള്ള ചൂടും കൂടി വരുമ്പോൾ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് അമിതമായിട്ട് അല്ലെങ്കിൽ ജലാംശം തീരെ വെള്ളം കുടിക്കാത്ത വ്യക്തികളിലേക്ക്. നമുക്കറിയാം സൂര്യാഘാതം തടുക്കാനായിട്ട് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ശരീരത്തിന് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ജലാംശം കൊണ്ട് നിറയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അമിതമായിട്ട് വേർക്കുകയും വെയിലത്ത് നിൽക്കുകയും ചെയ്യുന്നവരെ കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുക്കുംബർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ കഴിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ എണ്ണ പുരട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആയുർവേദ തീർപ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ഷീരബല എണ്ണ എന്നൊക്കെ പറയുന്നത്, അതിൽ നമുക്ക് പറയാം കുറുന്തോട്ടി ശരീരത്തെ തണുപ്പിക്കുന്നതാണ്, ക്ഷീരം തണുപ്പിക്കുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ ചന്ദനാദി എണ്ണ, ഇതെല്ലാം തലയിൽ പുരട്ടി ശരീരത്തിലൊക്കെ പുരട്ടുന്നത് സൂര്യാഘാതത്തെ തടുക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ എരിവും പുളിയും ഭയങ്കരമായിട്ട് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ചാറ് അല്ലെങ്കിൽ എരിവുള്ള മസാലകൾ ഇതെല്ലാം കഴിച്ചുകൊണ്ട് വെയിലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുപോലെ മരുന്നുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ആയുർവേദത്തിലൊക്കെ പറയും മഹാതിക്തകം എന്നൊക്കെ പറയുകയാണെങ്കിൽ തിക്ത നെയ്യ്, ഇതെല്ലാം ശരീരത്തെ തണുപ്പിക്കുകയും ശരീരത്തിൻ്റെ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതലായിട്ട് പ്രദാനം ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൂര്യാഘാതം ഏൽക്കുന്നത് അമിതമായ സൂര്യൻ്റെ വെയിൽ കൊള്ളുന്നത് കൊണ്ടും അതുപോലെ തന്നെ ജലാംശം ശരീരത്തിൽ കുറയുന്നത് കൊണ്ടും ശരീരത്തിലെ അസിഡിറ്റി ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശീതമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നറുനീണ്ടി നമ്മൾ സർബത്ത് കുടിക്കുമ്പോൾ അതിൽ നാരങ്ങ ഒഴിവാക്കിക്കൊണ്ട് നറുനീണ്ടി സർബത്ത് മാത്രം കുടിക്കുന്നത് നല്ലതാണ്. നറുനീണ്ടി തീർച്ചയായിട്ടും നമുക്ക് ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. അതിൽ നാരങ്ങ വരുമ്പോൾ അതിൻ്റെ പുളി ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നാരങ്ങ ഒഴിവാക്കിക്കൊണ്ട് നറുനീണ്ടി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം, ഇരട്ടിമധുരം ചേർത്ത വെള്ളം അല്ലെങ്കിൽ മല്ലി വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതും വളരെ ശരീരത്തെ തണുപ്പിക്കുന്നതാണ്.
അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യാഘാതത്തെ ഒരു പരിധിവരെയൊക്കെ ഫലപ്രദമായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്